അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പം ആ ഒരു ഫുൾ സ്പാനിലെ മൊമെൻ്റാണ് നമുക്ക് ഫൈനൽ മൊമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആ ഒരു എ ബി സ്പാനിൽ അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടുണ്ടാകുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ ബിയിൽ നിന്ന് സിയിലോട്ടുണ്ടാകുന്ന സ്ലോപ്പ് ആ ഒരു സ്ലോപ്പ് ആ തീറ്റ വാല്യൂ എവിടെയെങ്കിലും സ്ലോപ്പ് ഉണ്ട് ആ സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എം എ ബി ഫൈനൽ മൊമെൻറ്റ് എ ബി സ്പാനിലെ ഫൈനൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എം എഫ് എ ബി എന്ന് പറഞ്ഞാൽ എ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എം എ ബി എന്ന് പറയുന്നത് എം എഫ് എ ബി ദാറ്റ് ഈസ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് പ്ലസ് ഇതാണ് സ്ലോപ്പ് ഇക്വേഷൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 2EI/L എ ബി എളുപ്പം അറിയാൻ വേണ്ടി എ ബി സ്പാൻ വരുമ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടിലും വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 2EI/L നമ്മൾ വെടിയെടുക്കുമ്പം തീറ്റ എക്ക് ഡബിൾ തീറ്റ എ പ്ലസ് തീറ്റ ബി മൈനസ് 3Δ/L. അപ്പോൾ ഇത് ഈ നെയിമിങ് നോക്കുക, എം എ ബി. അപ്പോൾ എ ബി സ്പാൻ. അപ്പോൾ ഇവിടുത്തെ തീറ്റയിൽ എവിടാണ് 2 വരുന്നതെന്ന് ഓർമ്മ വരണം. എ ബി എന്നാണെങ്കിൽ എയിലായിരിക്കും 2 തീറ്റ എ വരുന്നത്, ബി സിംഗിളായിരിക്കും. പിന്നെ മൈനസ് 3Δ/L. ഡെൽറ്റ എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റാണ്. ഇപ്പോൾ സെറ്റിൽമെൻ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ, ക്വസ്റ്റ്യനിൽ സെറ്റിൽമെൻ്റ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3ΔL നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരും? എം എഫ് എ ബി ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് പ്ലസ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ 2EI/L 2 തീറ്റ എ പ്ലസ് തീറ്റ ബി. അതാണ് എം എ ബി മൊമെൻറ്റ് വരുന്നത്, എം എ ബി മൊമെൻറ്റ്. ഇനി അതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം എഫ് എ ബി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2EI/L 2 തീറ്റ എ പ്ലസ് തീറ്റ ബി. അത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ എം ബി എ ഇത് ഓരോ സ്പാനിൻ്റെയാണ്, ഓരോ സപ്പോർട്ടും ആ സപ്പോർട്ട് ജോയിൻ ചെയ്യുന്ന സ്പാനും അതാണ് കാണിക്കുന്നത് എം ബി എ എം എ ബി എന്നൊക്കെ. ഓക്കെ, അപ്പം അടുത്തെന്ന് പറയുന്നത് ബി സപ്പോർട്ടാണ് എം ബി എ എന്ന് പറയുന്നത് എം എഫ് ബി എ പ്ലസ് 2EI/L. ഇപ്പോൾ ഇവിടെ ബി എ ആൻഡ് 2 തീറ്റ ബി പ്ലസ് തീറ്റ എ മൈനസ് 3Δ/L. തെറ്റിപ്പോരുത്, ഈ നെയിമിങ് അനുസരിച്ച് വേണം ഇവിടെ തീറ്റ എയിലും തീറ്റ ബിയിൽ എവിടാണ് ഡബിൾ 2 വരുന്നതെന്നുള്ളത്. ചിലവരാണെങ്കിൽ തെറ്റിക്കും, തീറ്റ ബി പ്ലസ് 2 തീറ്റ എ എന്നൊക്കെ എഴുതി കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കാൻ. ബി എ എന്ന് വരുമ്പോൾ തീറ്റ ബിക്കായിരിക്കും 2 വരുന്നത്, എ ബി എന്ന് വരുമ്പം തീറ്റ എക്കായിരിക്കും. ആദ്യം കണ്ടിട്ടില്ലേ, എ ബി സ്പാൻ ആകുമ്പോൾ 2 തീറ്റ എ പ്ലസ് തീറ്റ ബി എന്നായിരിക്കും. തിരിച്ച് ബി എ എന്ന് വരുമ്പോൾ എങ്ങനെയാ 2 തീറ്റ ബി പ്ലസ് തീറ്റ എ എന്ന് വരും. ആ നെയിമിങ് അനുസരിച്ചാണ് ഇവിടെ 2 വാല്യൂ ഡബിൾ വാല്യൂ വരുന്നതെന്നുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോ ഇക്വേഷൻ എഴുതുക, ആ ഇക്വേഷനിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എം എഫ് എ ബി എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 20 ആണ് പ്ലസ് 2EI/L 2 തീറ്റ ബി പ്ലസ് തീറ്റ എ. അത് സെക്കൻഡ് ഇക്വേഷൻ. അടുത്ത സ്പാന് എം ബി സി, ബി എ ജോയിൻ ചെയ്യുന്ന അടുത്ത സ്പാൻ എം ബി സി, എം എഫ് ബി സി പ്ലസ് 2EI/L 2 തീറ്റ ബി കേട്ടോ, 2 തീറ്റ ബി പ്ലസ് തീറ്റ സി. ബി സി വന്നുകൊണ്ട് 2 തീറ്റ ബി പ്ലസ് തീറ്റ സി മൈനസ് 3Δ/L. ഇത് ഇക്വേഷൻ എഴുതിയെന്നേ ഉള്ളൂ, പക്ഷേ ഇത് നമ്മൾ ക്യാൻസലായി, കാരണം സെറ്റിൽമെൻ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ തീറ്റ ബി തീറ്റ സിയിലും തീറ്റ എ തീറ്റ ബിയുടെയും ടേംസിലും നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എം സി ബി എം എഫ് സി ബി പ്ലസ് 2EI/L 2 തീറ്റ സി പ്ലസ് തീറ്റ ബി മൈനസ് 3Δ/L. അതിൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം തീറ്റ ബി തീറ്റ സി ടേംസിലൊരു ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആകെയുള്ള ജോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ആകെ ഒരു ജോയിൻ്റേ ഉള്ളൂ, ബി. ആ ബി ജോയിൻറ്റിന് 2 മെമ്പേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ബി എ ആൻഡ് ബി സി. അപ്പം സിംഗിൾ ജോയിൻ്റേ ഉള്ളൂ ബി. അപ്പം ബി എയും ബി സിയും ബി ജോയിൻറ്റിൻ്റെ 2 മെമ്പേഴ്സാണ്.
അപ്പോൾ അവിടെ ഈ ജോയിൻറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ബി ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 മെമ്പേഴ്സ് എടുക്കുക. അപ്പോൾ ആ 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് MBA പ്ലസ് MBC, അതിൻ്റെ സമ്മ് എടുക്കുക. അതിൻ്റെ സമ്മ് അല്ലെങ്കിൽ മൊമെൻറ്റ്, അതിൻ്റെ മൊമെൻറ്റ് സം ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഇപ്പോൾ MBA പ്ലസ് MBC ഈക്വൽ ടു 0, കാരണം ബി ആണ് ഇവിടെ ആകെയുള്ള ജോയിൻറ്റ്. ഇപ്പം സിയുടെ അവിടെ ഇപ്പോൾ CD എന്നും പറഞ്ഞ് സ്പാൻ ഉണ്ടായിരുന്നെങ്കിൽ സിയും ഒരു ജോയിൻ്റ് ആയേനെ. അപ്പം MCB MCDയുടെ സം എടുക്കുക. CB പ്ലസ് MCD ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് ആ ഒരു സപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇക്വിലിബ്രിയം എടുക്കുക. ഇവിടെ ഇപ്പം ബി മാത്രമേ ഉള്ളൂ ജോയിൻ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ജോയിൻറ്റിൻ്റെ മൊമെൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എടുക്കുക. MBA പ്ലസ് MBC ഈക്വൽ ടു 0. ഇനി MBAയുടെ വാല്യൂ BCയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യുക. MBA വാല്യൂ എന്ന് പറയുന്നത് 20 പ്ലസ് 2EI/L 4 2θB പ്ലസ് θA. BC എന്ന് പറയുന്നത് -60 പ്ലസ് 2EI/3 2θB പ്ലസ് θC. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ഈക്വൽ ടു 0. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അന്നേരം നമുക്ക് θBയുടെ ടേംസിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇനി θAയും θCയും 0 ആയിരിക്കും, കാരണം ഫിക്സഡ് ആണ്. ഫിക്സഡ് ആയതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിഫ്ലക്ഷൻ വരുമോ? ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഡിസ്റ്റൻസ് മാറിയായിരിക്കും അവിടെ ബെൻഡിങ് ഫോം ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. അതേസമയം ഫിക്സഡ് ആകുമ്പം കുറച്ച് ഡിസ്റ്റൻസ് മാറിയായിരിക്കും ആ ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഫിക്സഡ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ ഇല്ല, വാല്യൂ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ θA θC 0 ആയിരിക്കും. അപ്പോൾ ഈ ടേമിൽ നമുക്ക് θAയും θCയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റിൽ θBയുടെ ടേം മാത്രമേ കാണത്തുള്ളൂ. θAയും ക്യാൻസൽ ചെയ്തു, θCയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ θBയുടെ ടേം മാത്രമേ കാണത്തുള്ളൂ. ആ θBയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 120/7 EI എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അതാണ്. അപ്പോൾ ഇത്രയാണ് സ്ലോപ്പ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് ഡിഫ്ലക്ഷൻ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ആകെയുള്ള ജോയിൻ്റ് എന്ന് പറയുന്നത് B ആണ്. ആ ബിയുടെ ഡിഫ്ലക്ഷൻ θBയും കണ്ടുപിടിച്ചു. ഓക്കെ.